ദ്രൗപദിയാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രം. പഞ്ചകന്യകകളെക്കുറിച്ച് സ്മരിക്കുക അതെല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നു എന്ന ഒരു വിശ്വാസമുണ്ട്. അവരുടെ ഒരു മൗലികമായ ഗുണസവിശേഷത ഏറ്റവും ദുഃഖം അനുഭവിച്ച കഥാപാത്രങ്ങളാണ് എന്നതായിരിക്കും. അപ്പോൾ അവരെ സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അല്ലയോ പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖമൊന്നുമല്ല ദുഃഖം. ആ പാഞ്ചാലിയും താരയും മണ്ഡോദരിയും അഹല്യയും സീതയും ഒക്കെ അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. നിങ്ങൾക്ക് സുഖമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അവരെ സ്മരിക്കുന്നത് വളരെ നല്ലതാണ് എന്ന വാക്യമുണ്ടാക്കിയത് എന്തായാലും ഒരു സ്ത്രീ ആവാൻ ന്യായമില്ല. അവരെ സ്മരിച്ച് അടങ്ങിയൊതുങ്ങി ചോദ്യം ചെയ്യാതെ ജീവിക്കുക എന്ന നിർദ്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ സ്മൃതിയുടെയോ അല്ലെങ്കിൽ ശ്രുതിയുടെയോ വക്താക്കളായ ആ ആർഷ ബ്രാഹ്മണി സംസ്കാരത്തിൻ്റെ തുടർച്ച തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷ മേധാവികൾ നിശ്ചയിച്ച് അനുഗ്രഹിച്ച് സ്ത്രീകൾക്ക് നൽകിയതാണ് ഈ മന്ത്രം. എല്ലാ ദിവസവും പഞ്ചകന്യകളെ സ്മരിച്ചോളൂ, നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാവില്ല. കാരണം ഇതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിച്ച കുറേ പേരുണ്ട് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ചോദ്യം ചെയ്യുക. ഇന്നലെ രാമൻകുട്ടി പറഞ്ഞു നിർത്തിയത് അതാണ്. സീത എക്കാലത്തും ജീവിക്കും. സീത ആ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ചോദ്യം ചെയ്യുന്നതിൻ്റെ പട്ടിക മുൻനിർത്തി അപഗ്രഥിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ദ്രൗപദിയോളം ചോദ്യം ചെയ്ത ഒരു കഥാപാത്രവും പുരാണത്തിലുണ്ടാവില്ല. ധർമ്മപുത്രരുടെ മുമ്പിൽ അതികഠിനമായ പരുഷമായ വാക്കുകൾ ഉപയോഗിച്ച് ചോദ്യം ചെയ്ത സമയത്ത് ധർമ്മപുത്രർ പറയുന്ന ഒരു രസകരമായൊരു വാക്യമുണ്ട് വനപർവ്വത്തിൽ. നീ നാസ്തികയാവുന്നു. നീ നാസ്തികയാവുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവനിഷേധിയാകുന്നു എന്നല്ല. മഹാഭാരതത്തിൽ നാസ്തികത എന്ന ആ സംജ്ഞ കടന്നു വരുന്നത് ആർഷേതരമായ അല്ലെങ്കിൽ ശ്രുതിക്കും സ്മൃതിക്കും എതിരായി നിൽക്കുന്ന ബൗദ്ധ ജൈന സങ്കല്പങ്ങളെയെല്ലാം ഒറ്റ വാക്കിലാണ് വ്യാസൻ വിളിക്കുന്നത് നാസ്തികർ. അപ്പം നീ നാസ്തികയെപ്പോലെ സംസാരിക്കുന്നു എന്ന് ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ കേൾക്കാനും യോഗമുണ്ടായവളാണ് ദ്രൗപദി. ദുഃഖം അനുഭവിച്ച കഥാപാത്രങ്ങൾ എന്നത് ഈ പഞ്ചകന്യകളുടെ പൊതു സ്വഭാവ സവിശേഷതയാണെങ്കിൽ 4 കഥാപാത്രങ്ങളുടെ രാമായണത്തിൽ നിന്നും ഒരു കഥാപാത്രത്തെ മാത്രം ഭാരതത്തിൽ നിന്നുമാണ് നമ്മൾ കന്യകയായി സ്വീകരിച്ചത്. അയോനിജകൾ എന്ന ഒരാളും പ്രസവിക്കാത്ത രൂപപ്പെട്ട സ്ത്രീകൾ എന്ന സവിശേഷതയായിരിക്കാം ന്യായമായി കണ്ടെത്തുന്ന ഒന്നെങ്കിൽ അതിലുപരിയായ ചില സാധർമ്മ്യങ്ങൾ ഈ കഥാപാത്രങ്ങൾക്ക് തമ്മിലുണ്ട് എന്നത് ഇഴപേർത്ത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ദ്രൗപദി യാജ്ഞസേനിയാണ്. യജ്ഞത്തിൻ്റെ ഭാഗമായി ജന്മം കൊള്ളുകയാണ്. അവൾ പൃഷതയുടെ പുത്രിയാണെന്നും സങ്കല്പമുണ്ട്. അതുകൊണ്ട് പാർഷദിയാണ്. കറുത്തവളായതുകൊണ്ട് കൃഷ്ണയാണ്. ദ്രുപദൻ്റെ പുത്രിയായതുകൊണ്ട് ദ്രൗപദിയാണ്. പാഞ്ചാല രാജ്യത്തെ രാജാവിൻ്റെ മകളായതുകൊണ്ട് പാഞ്ചാലിയാണ്. പല പേരിലാണ് ഈ ദ്രൗപദി മഹാഭാരതത്തിൽ പലപ്പോഴായി പരാമർശിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നടന്ന കഥാപാത്രങ്ങളിലൊന്നും ഒരുപക്ഷെ ദ്രൗപദി ആയിരിക്കും. മാരാര് പറഞ്ഞ ഭാരതപര്യടനത്തിൽ ദ്രൗപദിയെക്കുറിച്ച് പറഞ്ഞത് മാറ്റി നിർത്തിയാൽ തന്നെ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ആ പുസ്തകം പ്രതികാരദേവതയായിരിക്കുന്ന ഒരു ദ്രൗപദിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. വേറെയും പുസ്തകങ്ങൾ ദ്രൗപദി എന്ന നാമധേയത്തോടു കൂടി തന്നെ ശീർഷകത്തോടു കൂടി തന്നെ പുസ്തകം ഇറങ്ങിയത് നിങ്ങൾക്കറിയാം. സമീപകാലത്ത്
വായിച്ച ഒരു നോവലുണ്ട്, ആത്രേയകം. മാദ്രത്തിലെ രഹസ്യക്കാരിയിൽ ദ്രുപദ രാജാവിന് ജനിച്ച പുത്രിയായി കൃഷ്ണയെയും ദൃഷ്ടദ്യുമ്നെയും അവതരിപ്പിക്കുന്നൊരു നോവൽ. അത് മിക്കവാറും കൽപ്പിത കഥ എന്ന് തള്ളിക്കളയേണ്ടി വരും. കാരണം എഴുത്തുകാരിയായ രാജശ്രീയുടെ ഭാവനയായിരിക്കാം അതിൻ്റെ പ്രചോദനം. ഈ ദ്രൗപദി പഞ്ചകന്യകാസ്ഥാനം നേടുന്നതിന് ഞാൻ കാണുന്ന മറ്റൊരു കാരണമുണ്ട്. മറ്റെല്ലാവരെയും പോലെ പരിത്യക്തയാണ് ദ്രൗപദി. പരിത്യജിക്കപ്പെട്ടവളാണ്. താര ഭർതൃവിയോഗം കൊണ്ട് പരിത്യജിക്കപ്പെട്ടവളാണെങ്കിൽ, മണ്ഡോദരിയും ഭർതൃവധം കൊണ്ട് അല്ലെങ്കിൽ രാവണൻ്റെ വധത്തെ തുടർന്ന് ഏകാകിനിയായി ജീവിക്കേണ്ടി വന്നവളാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭർത്താവിനെ വേർപെട്ടു പോകാൻ യോഗം വന്ന ഗൗതമൻ്റെ ഭാര്യയായ അഹല്യയും ശ്രീരാമൻ്റെ ഭാര്യയായ സീതയും അതുപോലെ പരിത്യജിക്കപ്പെട്ട കഥാപാത്രമാണ് ദ്രൗപദി എന്ന് നമുക്ക് കാണാനാവും. എന്തുകൊണ്ട്? മഹാപ്രസ്ഥാനത്തിൽ കൂടെ പാണ്ഡവരോട് കൂടെ മഹാപ്രസ്ഥാനം വരെ പഞ്ചപാണ്ഡവരോട് കൂടെ ജീവിക്കാൻ അവസരം സിദ്ധിച്ച ദ്രൗപദിയെ പരിത്യക്തയായി കാണാമോ എന്ന് ചോദിച്ചാൽ, 5 പേരും ഭർത്താക്കന്മാരായി ഉണ്ടായിട്ടും അനാഥത്വം അനുഭവിച്ചു എന്നതാണ് ദ്രൗപദിയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത. അത് ദ്രൗപദി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണനോട് വനപർവ്വത്തിലാണ് ദ്രൗപദി പരിതപിക്കുന്നത്. കൃഷ്ണ, എനിക്കാരുമില്ല. ഞാൻ ദ്രുപദ രാജാവിൻ്റെ പുത്രിയായി ജനിച്ചു. മഹായോദ്ധാവായ ദൃഷ്ടദ്യുമ്നൻ്റെ ഏക സഹോദരിയാണ്. ഹസ്തിനപുരത്തിലെ സ്നുഷയായി മരുമകളായി കയറി വന്നവളാണ്. ഇന്ദ്രോപമന്മാരായ ആ ഇന്ദ്രോപമൻ എന്ന വാക്ക് പാഞ്ചാലി ഇടയ്ക്കിടയ്ക്ക് ഭാരതത്തിൽ പലവട്ടം പരിഹാസരൂപേണ പ്രയോഗിക്കുന്നുണ്ട്. അതിനൊരു പശ്ചാത്തലവുമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. 5 ഭർത്താക്കന്മാരുടെ പട്ടമഹിഷിയാണ്. കുന്തിയുടെ മരുമകളാണ്. പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് ഞാൻ വിചാരിക്കുന്ന കൃഷ്ണ, നീ പോലും ആപൽഘട്ടത്തിൽ എനിക്ക് സഹായിയായി ഉണ്ടായിട്ടില്ല. ഞാൻ പരിത്യജിക്കപ്പെട്ടവളാണ് എല്ലാവരാലും. ഇത് പറയുന്നുണ്ട് ഒന്നിലധികം തവണ ദ്രൗപദി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതാണ് പഞ്ചകന്യകകളിലേക്ക്, പഞ്ചകന്യകകളിൽ ഒന്നായി അവരോധിക്കപ്പെടുന്നതിന് പാഞ്ചാലിയുടെ ഏറ്റവും മൗലികമായ ഗുണസവിശേഷത എന്ന് എനിക്ക് തോന്നുന്നു. വിരാടപർവ്വത്തിൽ കീചകനിൽ നിന്ന് അതികഠിനമായ പീഡകൾ ഏറ്റുവാങ്ങി കോപാവിഷ്ടനായ ഭീമസേനൻ ഉടനെ തന്നെ മരം പിഴുതെടുത്ത് ആക്രമിക്കാൻ ആരംഭിക്കുമ്പോൾ ധർമ്മപുത്രർ തടയുന്നു. ആദ്യം കാൽവിരൽ കൊണ്ടൊന്ന് അമർത്തി, നിക്ക്, അടങ്ങ്. ഭീമൻ മരം തിരയെന്ന് കണ്ടപ്പോൾ കങ്കൻ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ അവിടുന്ന് പറയുന്നത്, വിറകിനാണെങ്കിൽ പിൻവശത്തുള്ള മരം നോക്കൂ, ഈ മരം നോക്കണ്ട. ആ രീതിയിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട അന്ന് രാത്രി വലനന്റെ സമീപത്തെത്തിയ മാലിനി വാക്യങ്ങൾ, നീ എന്തിനാണ് കരയുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി ആദ്യം പറയുന്നത്, യുധിഷ്ഠിരൻ്റെ ഭാര്യയായി ജീവിക്കുക എന്നതിനപ്പുറം ദുഃഖിക്കാൻ വേറെ കാരണം വേണോ? ഈ യുധിഷ്ഠിരൻ്റെ ഭാര്യയായിരിക്കുക എന്നത് മാത്രം മതി ജീവിതാവസാനം വരെ ദുഃഖിക്കാൻ എനിക്കുള്ള കാരണമാകുന്നത്. അപമാനിതയാകുന്നത് ഒരു വട്ടമല്ല ദ്രൗപദി. ദ്യൂതസഭയിൽ വെച്ച് പരസ്യമായി അപമാനിക്കപ്പെട്ടതോടെ അവസാനിക്കുന്നില്ല. മറ്റൊരു ദ്യൂതസഭ വിരാട രാജധാനിയിൽ ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്ന വിരാട രാജാവിൻ്റെയും കങ്കൻ്റെയും മുമ്പിൽ ചവിട്ടി നീക്കപ്പെടുകയാണ് മാലിനി, പാഞ്ചാലി. ഉടനെ തന്നെ അതിപരുഷമായ ഭാഷയിൽ
വിരാട രാജാവിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ദ്രൗപദി അവിടെ നിന്ന് ഒരു വലിയ പ്രസംഗം നിർവഹിക്കുന്നുണ്ട്. ധർമ്മിഷ്ഠനായൊരു രാജാവ് രാജ്യം ഭരിക്കാനില്ലെങ്കിൽ ഈ രാജ്യത്തെ പ്രജകളുടെ ജീവിതം അത്ര ദുസ്സഹമായി തീരുക തന്നെ ചെയ്യും. രാജാവ് ധർമ്മിഷ്ഠനാകണം. രാജാവിൻ്റെ ഉപദേശികൾക്ക് കളിക്കപ്പുറം ജീവിതത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം എന്ന് കങ്കനെയും വിരാടനെയും ഒരുപോലെ ആക്ഷേപാത്മകമായി പരസ്യമായി ചീത്ത പറയുന്നുണ്ട് ദ്രൗപദി. ജയദ്രഥൻ അപഹരിക്കുന്നു. സത്യത്തിൽ ആ ജയദ്രഥൻ്റെ അപഹരണം എന്ന കഥാസന്ദർഭം മാത്രം ഒന്നെടുത്ത് ഇഴപേർത്ത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോഴും ബോധ്യപ്പെടാത്ത ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഘോര മൃഗങ്ങൾ നിറഞ്ഞൊരു കാട്ടിൽ ഒരു ധൗമ്യ മഹർഷിയെ മാത്രം കാവലേൽപ്പിച്ച് നായാട്ട് ഭക്ഷണ സമ്പാദനത്തിന് വേണ്ടി കൂടിയല്ല, വിനോദാർത്ഥമുള്ള നായാട്ടിന് വേണ്ടി പഞ്ചപാണ്ഡവരെല്ലാവരും കൂടെ കാട്ടിലേക്ക് പോകുന്നു. ഏകയായി ഈ ദുർബലനായ ധൗമ്യ മഹർഷിയുടെ മാത്രം കാവലിൽ ദ്രൗപദി ആ താൽക്കാലികമായി ഉണ്ടാക്കിയ വസതിക്കകത്ത് ഏകയായി ജീവിക്കുന്നതിനിടയിലാണ് ജയദ്രഥൻ്റെ ആക്രമണം നടക്കുന്നത്. രസകരമായ കാര്യം, ദ്രൗപദിയെ അപഹരിച്ചു കൊണ്ടുപോയ സമയത്തല്ല നാളെ സൂര്യാസ്ത സമയത്തിന് മുമ്പ് ജയദ്രഥൻ്റെ തല ഞാൻ അറുക്കും എന്ന് പറയുന്നത്. അതൊരു പ്രശ്നമായി പാണ്ഡവർക്ക് ആർക്കും തോന്നിയില്ലെന്ന് മാത്രമല്ല, മാപ്പ് കൊടുത്തു വിട്ടയക്കുകയാണ് സ്വന്തം ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയ ക്ഷത്രിയനെ. മഹാപ്രസ്ഥാനത്തിനിടയിൽ ആദ്യം വീണുപോകുന്നത് ദ്രൗപദിയാണ്. ദ്രൗപദി വീണുപോയ സമയത്ത് യുധിഷ്ഠിരൻ പറയുന്നു, അവൾ അധാർമികമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. കാരണം അവൾക്ക് അർജുനനോട് കുറച്ചധികം പ്രണയമുണ്ടായിരുന്നു. അത് തീർച്ചയായും വലിയ അപരാധം തന്നെയാണ്. പഞ്ചപാണ്ഡവരെ ഒരേപോലെ ഭർത്താക്കന്മാരായി വരിച്ച ഒരു പെണ്ണ് തുല്യമായ അളവിൽ എല്ലാവരോടും സ്നേഹം പങ്കുവെച്ച് നൽകേണ്ടതായിരുന്നു. അർജുനനോട് പ്രണയം അധികം ഉണ്ടായിരുന്നു എന്നാണ് ധർമ്മപുത്രർ കണ്ടെത്തുന്ന ന്യായം, അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ദോഷം. നമ്മൾ ആ കഥ മാത്രം പശ്ചാത്തലത്തിൽ ദ്രൗപദിയുടെ അർജുനോടുള്ള പ്രണയം എത്രമാത്രം തീവ്രമായിരുന്നു എന്നൊന്ന് വിശകലനം ചെയ്യുമ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ അത് ഉണ്ടാകാനാണ് ന്യായം. പാഞ്ചാല രാജധാനിയിൽ ജനിച്ചു വളരുന്ന ബാല്യവും കൗമാരവും ഇല്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലല്ലോ യൗവനയുക്തയായ ഒരു പെണ്ണായിട്ടാണല്ലോ പിറവി കൊള്ളുന്നത് തന്നെ ദ്രൗപദി. പക്ഷേ അർജുനനെപ്പോലെ വീരനായ ഒരാൾക്ക് നൽകാൻ വേണ്ടി എന്ന കഥ കൊട്ടാരത്തിലിങ്ങനെ എല്ലാവരും പറഞ്ഞ് വീരയോദ്ധാവായ അർജുനനോട് മനസ്സിലൊരു പ്രണയം തോന്നിയെങ്കിൽ അതിൽ അത്ഭുതമില്ല. ആ പ്രണയം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഏകചക്രയിൽ വെച്ച് അല്ലെങ്കിൽ വാരണാവതത്തിൽ വെച്ച് അരക്കില്ലത്തിൽപ്പെട്ട് പഞ്ചപാണ്ഡവരെല്ലാവരും മരിച്ചു എന്ന വാർത്ത പരക്കുന്നതും ഇനി അർജുനനെ കാത്തിരിക്കുന്നതിൽ യുക്തിയില്ല എന്ന് ബോധ്യപ്പെടുന്നതും വീരപരീക്ഷയായി ദ്രൗപദി പരിണയം നിർവഹിക്കാൻ ദ്രുപദ രാജാവ് തീരുമാനിക്കുന്നതും എല്ലാവർക്കും അറിയാവുന്ന കഥാഖണ്ഡം. ജരാസന്ധനൊക്കെ വന്നതും പുരാണത്തിൽ പറയുന്നുണ്ട്. പക്ഷെ പല്ലുകൊഴിഞ്ഞ കഥയൊക്കെ ചാക്യാർ പാഠത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. പക്ഷെ സൂതപുത്രനായ കർണൻ വില്ലെടുക്കാൻ വന്നപ്പോൾ ദ്രൗപദിക്ക് ശബ്ദമുണ്ടായിരുന്നു. സൂതപുത്രനെ ഞാൻ വിവാഹം ചെയ്യില്ല എന്നുറപ്പിച്ചു പറഞ്ഞു. ആ ദ്രൗപദി പിന്നീട് നിശബ്ദയാകുന്നു. 5 പേർ ചേർന്ന് വിവാഹം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തയ്യാറല്ല എന്നൊരു വാക്ക് ദ്രൗപദി പറഞ്ഞിട്ടില്ല. പറയാതിരിക്കാനും കാരണമുണ്ട്. അതിനിടയ്ക്ക് ഒരു ബ്രാഹ്മണ യുവാവ്, ആരാണെന്ന് പോലും അറിയാത്ത ഒരു യുവാവ്, ദീർഘമായ മുടിയൊക്കെ അനവധി നീളത്തിലുള്ള
ഒരാൾ എന്നല്ലാണ്ട് കാണാൻ സുന്ദരനാണ്, കൃഷ്ണ നിറത്തിൽ നല്ല നിറമുള്ള, കറുപ്പിനാണ് ഭംഗി. അപ്പം നല്ല കറുത്ത നിറത്തിൽ സുന്ദരനായ ഒരു യുവാവ് വന്ന് വില്ലെടുക്കുന്ന സമയത്ത് ക്ഷത്രിയരല്ലാത്തവരെ ഞാൻ വിവാഹം ചെയ്യില്ല എന്ന് ദ്രൗപദി പ്രഖ്യാപിച്ചില്ല. വിവാഹം നടന്നു, അല്ലെങ്കിൽ വിവാഹം നടന്നില്ല, വില്ല് കുലയേറ്റലും ലക്ഷ്യം ഭേദിക്കലും കഴിഞ്ഞു. ദ്രൗപദിയെയും കൊണ്ട് കുലാലൻ്റെ ചെറിയ ഗൃഹത്തിൽ 5 പേരും നിരന്നു കിടക്കുന്ന ഒരു ഒറ്റമുറി വീട്ടിൽ അവർ പൊറുതി ആരംഭിക്കുകയും ചെയ്തു. ഇവരാരാണെന്നറിയാൻ ദ്രുപദ രാജാവ് നിയോഗിച്ചയക്കുന്ന ദൂതന്മാർ അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയാണ്. ആയുധങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഇവർ ബ്രാഹ്മണരല്ല, ധീരരായ ഏതോ യോദ്ധാക്കളാണ് എന്ന് ആദ്യം തിരിച്ചറിയുകയും പതുക്കെ ക്ഷത്രിയരാണെന്ന് മനസ്സിലാവുകയും അതിലും കഴിഞ്ഞൊരു ഘട്ടത്തിൽ പാണ്ഡവരാണ് എന്ന് ധർമ്മപുത്രരുടെ വാക്കിൽ നിന്ന് തന്നെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് എല്ലാവരും തുല്യമായി അനുഭവിച്ചുകൊള്ളൂ എന്നൊരു വെറും വാക്ക് കുന്തി പറഞ്ഞു പോകുന്നത്. ഭിക്ഷയായി കിട്ടിയത് എല്ലാവരും തുല്യമായി അനുഭവിക്കൂ എന്ന ഒരു വാക്കിന് ഇത്ര ഗൗരവത്തോടെ കാണണം എന്ന് സാമാന്യ യുക്തിയുള്ള ആർക്കും തോന്നില്ല. ആരും അത്ര ഗൗരവമായിട്ട് ആദ്യം കണ്ടുമില്ല, അർജുനനൊഴികെ. വിവാഹത്തിനെ സംബന്ധിച്ച് ആലോചിച്ച് ആദ്യം തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞത്, അർജുന, നീയാണ് ലക്ഷ്യം ഭേദിച്ച് കന്യകയെ സ്വന്തമാക്കാനുള്ള അധികാരം നേടിയത്. ഉടനെ അർജുനൻ മറുപടി പറഞ്ഞു, അല്ലല്ല, അമ്മ പറഞ്ഞത് അനുസരിക്കണം. ജ്യേഷ്ഠനാദ്യം വിവാഹം ചെയ്യുക, രണ്ടാമത് ഭീമസേനൻ, മൂന്നാമത് ഞാൻ, എനിക്ക് ശേഷം നകുല സഹദേവന്മാരും. 5 പേർ ചേർന്ന് വിവാഹം ചെയ്താൽ മതി എന്ന നിബന്ധന ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് അർജുനൻ. അർജുനനെ പ്രണയിക്കേണ്ട കാര്യമില്ല എന്ന തിരിച്ചറിവിലേക്ക് ദ്രൗപദി എത്താൻ വേറെ കാരണങ്ങൾ ഉണ്ടാവേണ്ടതില്ല. ഒരു ബാലനിർവിശേഷമായ കൗതുകത്തിനപ്പുറം ആ ലക്ഷ്യം ഭേദിക്കുന്നതിൻ്റെ പിന്നിൽ ദ്രൗപദി എന്ന ഒരു സ്വപ്നം പോലും അർജുനനെ നയിച്ചിരുന്നില്ല, ഭരിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരപ്രേരണ കൊണ്ട് നിനക്ക് കഴിയും എന്ന് പറഞ്ഞപ്പോൾ ചെന്ന വില്ലെടുത്ത് കൊലച്ച് ലക്ഷ്യം ഭേദിച്ചു എന്നതല്ലാതെ സുരസുന്ദരിയായ ദ്രൗപദിയുടെ രൂപലാവണ്യം പോലും അർജുനന് ഒരു കാലത്തും ഒരു ആവേശമായിരുന്നില്ല എന്നാണ് ഭാരതം സാക്ഷ്യപ്പെടുത്തുന്നത്. 5 പേർ ചേർന്ന് വിവാഹം ചെയ്യുക എന്ന നിബന്ധന വയ്ക്കുന്നതോടുകൂടി ഏറ്റവും ക്രൂരമായ വാക്കുകൾ കൂടി വേദവ്യാസൻ ആ സന്ദർഭത്തിൽ പറയുന്നു. ധർമ്മപുത്രർ മുതൽ 5 പേരും കാമം തുടിക്കുന്ന കണ്ണുകളോടെ ആ രൂപലാവണ്യത്തെ ഒന്ന് സ്നേഹത്തോടെ നോക്കി എന്ന്. അർജുനോടുള്ള പ്രണയത്തിൻ്റെ തിരശീല വീഴുന്ന ഒരു സന്ദർഭമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ 5 പേർ ചേർന്ന് വിവാഹം ചെയ്യുക എന്ന നിബന്ധന, അത് ഒരു രസമുള്ള കഥയിലേക്ക് കൂടി പോട്ടെ. ദ്രുപദനും ദൃഷ്ടദ്യുമ്നനും വന്ന് പാണ്ഡവരോട് പറയുകയാണ്, ഏറ്റവും ശുഭമായ മുഹൂർത്തം നോക്കി അർജുനൻ്റെയും ദ്രൗപദിയുടെയും വിവാഹം നടത്തണം. യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ അവൻ്റെ ജ്യേഷ്ഠനാണ്, ഞാൻ വിവാഹം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ദ്രൗപദിയെ വിവാഹം ചെയ്യാൻ എനിക്ക് മോഹമുണ്ട്. ദ്രുപദൻ ആകെ ഒന്ന് പെട്ടെന്ന് വിസ്മയിച്ചു പോയിട്ടുണ്ടാകാം. ഈ വീരപരീക്ഷയിൽ ജയിച്ച അർജുനനെ മാറ്റി നിർത്തി ഞാനാണ് ദ്രൗപദിയെ വിവാഹം ചെയ്യുന്നത് എന്ന് ജ്യേഷ്ഠനായ ധർമ്മപുത്രർ പറയുമ്പോൾ ദ്രുപദൻ പെട്ടെന്ന് വിചാരിച്ചു, ഹസ്തിനപുരത്തിൽ മഹാരാജാവാകാൻ പോകുന്ന യുധിഷ്ഠിരൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ തൻ്റെ മകൾക്ക് കുറേ കൂടി ശോഭനമായ ഭാവി അതുകൊണ്ടായിരിക്കും ലഭിക്കുക. തുടർന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 5 പേരും ചേർന്ന് വിവാഹം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ദ്രുപദനാകട്ടെ, ദ്രുപദൻ്റെ രാജസദസ്സിലുള്ള മഹർഷിമാരുൾപ്പെടുന്ന പണ്ഡിതർക്കാകട്ടെ, ദൃഷ്ടദ്യുമ്നനാകട്ടെ സ്വീകാര്യമായ
ഒരു ഉപാധിയായിരുന്നില്ല. ശ്രുതിയിലോ സ്മൃതിയിലോ നിരക്കാത്ത, നാട്ടുനടപ്പില്ലാത്ത, നാല് ജാതിക്കും വിധിച്ചതല്ലാത്ത, നമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 5 പേർ ചേർന്നൊരു കന്യകയെ വിവാഹം ചെയ്യുക എന്നത് തെറ്റാണ് എന്ന് ശക്തമായി ദ്രുപദൻ വാദിക്കുകയാണ്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ തൻ്റെ വൈയക്തികമായ താല്പര്യങ്ങൾ സ്ഥാപിക്കപ്പെടണം എന്നുള്ളിടത്തൊക്കെ ധർമാർത്ഥ വിചാരത്തിൻ്റെ പാണ്ഡിത്യ പ്രകടനം അത് യുധിഷ്ഠിരൻ്റെ കൈവശം സമൃദ്ധമായാണ്. അദ്ദേഹം സകല ഉദ്ധരണികളും വെച്ച് അതിശക്തമായി 5 പേർ ചേർന്ന് വിവാഹം ചെയ്യുന്നതിൽ ശരികേടില്ല എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. കഷ്ടപ്പെട്ട് യുധിഷ്ഠിരൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദ്രുപദനാകട്ടെ ദൃഷ്ടദ്യുമ്നനാകട്ടെ ബോധ്യം വന്നില്ല. അർജുനൻ വിവാഹം ചെയ്യുക എന്നല്ലാതെ 5 പേർ ചേർന്ന് എൻ്റെ മകളെ കല്യാണം കഴിക്കുക എന്നത് സമ്മതമായിരുന്നില്ല. അപ്പോഴാണ് സഹായത്തിന് വേദവ്യാസൻ അവിടെ എത്തിച്ചേരുന്നതും നാളായണീ ചരിതം ബഹുവിസ്തരിച്ച് പറയുന്നത്. അതാണ് പഞ്ചേന്ദ്രോപാഖ്യാനം. ഇന്ദ്രന്മാരായ 5 പേരെ ഒരുമിച്ച് വിവാഹം ചെയ്യാൻ വേണ്ടി ഒരു കഥയുണ്ട്. മൗൾഗൽ കഥ വൈശദ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മൗൾഗല്യൻ്റെ ഭാര്യയായ നാളായണി കുഷ്ഠരോഗിയായ ഭർത്താവിനെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ ആ കുഷ്ഠരോഗിയുടെ പുഴുത്തുനാറിയ വിരൽ ചോറിൽ അറ്റു വീഴുകയും എന്നിട്ട് പോലും യാതൊരു മടിയും കാണിക്കാതെ അതിൻ്റെ ഉച്ഛിഷ്ടം, ഭാര്യമാർ ചെയ്യേണ്ട ധർമ്മമാണത്, ഭർത്താവ് കഴിച്ചതിൻ്റെ എച്ചിൽ പിന്നെ കഴിക്കണം, ആ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും ചെയ്ത അത്ര പതിവ്രതാരത്നമാണ് നാളായണി എന്ന് ബോധ്യപ്പെട്ട മൗൾഗവ്യൻ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്കെന്ത് വരമാണെന്ന് വേണ്ടത് ചോദിക്കുകയും ആ രതിഭോഗ താല്പര്യം കൊണ്ട് തന്നെ നിങ്ങൾ 5 രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ഒരുമിച്ച് ദാമ്പത്യ സുഖം അനുഭവിക്കണം എന്ന് ആവശ്യപ്പെടുകയും ദേവലോകത്തും പാതാളത്തും സകല നാഗലോകത്തും എല്ലായിടത്തും, നമ്പ്യാരൊക്കെ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും, അപ്പോഴാ ഭാഷയൊക്കെ നമ്പ്യാർക്ക് പറയാനാവുക, തുള്ളലാവുമ്പോൾ അതിൽ അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട്. എല്ലായിടത്തും ജീവിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ മഹർഷിക്ക് തപസ് ചെയ്യാൻ പോകണം എന്നായപ്പോൾ പുതിയൊരു ഭർത്താവിനെ കിട്ടാനായി ശിവനെ തപസ് ചെയ്യുന്നു. ശിവൻ ഇന്ദ്രനെ സമീപിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഗുഹയിൽ അടയ്ക്കപ്പെട്ട 5 ഇന്ദ്രന്മാരും പരമശിവൻ നൽകുന്ന വരമാണ് വീണ്ടും ഭൂമിയിൽ ജനിക്കുമെന്നും ആ ഇന്ദ്രന്മാർ 5 പേർക്കും ചേർന്ന് ഈ നാളായണിയെ വിവാഹം ചെയ്യുമെന്നും അനുഗ്രഹിച്ചു. ആ ജന്മമാണ് ഈ നാളായണിയുടെ പുനരവതാരമാണ് ദ്രൗപദി എന്ന കഥ വ്യാസം പറയുകയാണ്. സത്യത്തിൽ ഇപ്പം ഞാൻ വളരെ ചുരുക്കി പറഞ്ഞപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, ഇത്ര ദുർബലമായൊരു കഥ, ദ്രൗപദിയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഇങ്ങനെയൊരു കഥ ഒരു പക്ഷേ ധർമ്മപുത്രരെ സഹായിക്കാൻ വേണ്ടി വ്യാസൻ അപ്പോൾ നിർമ്മിച്ച് നൽകിയതാകാനാണ് ന്യായം. പിന്നീട് ആരും ഈ പഞ്ചേന്ദ്രോപാഖ്യാനവും നാളായണിയെയും ഓർമ്മിക്കാറില്ലെങ്കിലും ഇന്ദ്രന്മാരാണ് വീണ്ടും പാണ്ഡവരായി ജനിച്ചത് എന്ന് പാണ്ഡവരെ അധിക്ഷേപിച്ച് സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ദ്രൗപദി ഓർമ്മിച്ചു. ഇന്ദ്രതുല്യന്മാരായ 5 ഭർത്താക്കന്മാർ എന്ത് കാര്യം, ഇന്ദ്രതുല്യന്മാരാണത്രേ. എപ്പോഴും അവരെ പരിഹസിക്കാൻ ദ്രൗപദി ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അർജുനൻ പ്രണയിച്ചത്, ദ്രൗപദി അർജുനനെ പ്രണയിച്ചോ എന്ന് നമ്മൾ ചർച്ച ചെയ്തു. അർജുനൻ പ്രണയിച്ചത് സുഭദ്രയെ മാത്രമായിരുന്നു. അർജുനൻ വേറെയും വിവാഹം ചെയ്തു. ഉലൂപിയെ വിവാഹം ചെയ്ത ഒരു യാദൃശ്ചിക സംഭവം പോലെ കാണാം. ചിത്രാംഗതയെ വിവാഹം ചെയ്തതും മറ്റൊരു യാദൃശ്ചിക സംഭവമായി നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ സുഭദ്ര അങ്ങനെ ആയിരുന്നില്ല. ഗദൻ പറഞ്ഞറിഞ്ഞ് സുഭദ്രയുടെ രൂപലാവണ്യം കേട്ടത് മുതൽ കാണാനുള്ള ആകാംക്ഷ വർദ്ധിക്കുകയും വേഷപ്രച്ഛന്നനായി ദ്വാരകയിൽ താമസിച്ച് നിരന്തരമായ സമ്പർക്കത്തിലൂടെ പ്രണയം പൂത്തുലയുകയും അവളെ സ്വന്തമാക്കുക എന്ന തീരുമാനത്തിലെത്തുകയും ശ്രീകൃഷ്ണൻ അതിനൊത്താശ ചെയ്യുകയും ചെയ്ത കഥ. തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്, അപ്പോൾ ഹസ്തിനപുരം വിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അവർ താമസം മാറ്റിയതിന് ശേഷമാണ് ഇത് നടക്കുന്നത്.
ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സുഭദ്രയും കൊണ്ടുവരുന്ന അർജുനന് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്താറായപ്പോഴാണ് ഓർമ്മ വന്നത്, ഹോ ഈശ്വര, ദ്രൗപദി അവിടെയുണ്ട്, ഞാൻ എങ്ങനെ അവളുടെ മുഖത്തേക്ക് ഇവളെയും കൊണ്ട് ചെല്ലുക അവളുടെ മുമ്പിലേക്ക്. ഒരു ഗോഷ്പത്തിൽ, കൃത്യമായി പറഞ്ഞ ഒരു തൊഴുത്തിൽ അവളെ നിർത്തുകയും സുഭദ്രയെ ഒരു ഗോപകന്യകയുടെ വേഷം കെട്ടിക്കുകയും അങ്ങനെ പ്രച്ഛന്ന വേഷധാരിണിയായിക്കൊണ്ട് ഈ സുഭദ്ര ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കടന്നു എന്ന് കുന്തി ദേവിയെ നമസ്കരിക്കുന്നു, ദ്രൗപദിയെ നമസ്കരിക്കുന്നു. രൂപലാവണ്യം തികഞ്ഞ യുവതിയായ സുഭദ്രയെ കണ്ട് ദ്രൗപദി അനുഗ്രഹിക്കുന്നു. നിനക്ക് ഒരേയൊരു ഭാര്യ മാത്രമുള്ള നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ. ഉപദേശിച്ചത് ഒറ്റ കാര്യമാണ്, നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ എന്നല്ല, മറ്റു ഭാര്യമാരില്ലാത്ത സ്നേഹമയിയായ നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് നിനക്കുണ്ടാകട്ടെ എന്ന് തലയ്ക്ക് കൈവച്ച് സുഭദ്രയെ അനുഗ്രഹിക്കുകയാണ് ദ്രൗപദി ആ സന്ദർഭത്തിൽ ചെയ്യുന്നത്. ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നില്ല. അതിനിടയ്ക്ക് വൃഷ്ണികളെല്ലാവരും തന്നെ യാദവം സൈന്യത്തോടുകൂടി യാദവര് ഇന്ദ്രപ്രസ്ഥത്തിലെത്തുകയും ആ കൃഷ്ണൻ്റെയും ബലഭദ്രയുടെയും ബാക്കിയുള്ള വൃഷ്ണികളുടെയും എല്ലാവരുടെയും ആഗമനം അത്യാഹ്ലാദപൂർവം ഇന്ദ്രപ്രസ്ഥം ഏറ്റെടുക്കുകയും പിന്നീട് സുഭദ്രയുടെ വിവാഹഘോഷം 7 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാഘോഷമായി ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുകയും ചെയ്തു. വൃഷ്ണികളും പാണ്ഡവരും എല്ലാം കണക്കറ്റ് മദ്യപിച്ച് നൃത്തം ചെയ്ത് പാട്ടുപാടി ആഘോഷപൂർവം സുഭദ്രയും അർജുനനും തമ്മിലുള്ള വിവാഹം നടത്തി. ദ്രൗപദി നിശബ്ദയായി ആ 7 ദിവസം ഇന്ദ്രപ്രസ്ഥത്തിൽ ജീവിക്കുകയും ചെയ്തു. ഈ അർജുനനെ ദ്രൗപദി ചീത്ത പറയുന്നത് ഒരു സന്ദർഭത്തിലെ ഭാരതത്തിൽ നമുക്ക് കാണാനാവും. അത് വിരാടപർവത്തിലാണ്. കീചകൻ്റെ മരണം രാത്രി ചെന്ന് പ്രണയപൂർവം ഭീമസേനോട് അഭ്യർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം രാത്രി നാടകശാലയിലെത്തി കീചകനെ കൊല്ലുന്നു. കീചകനെ കൊന്നത് മാലിനിയുടെ ഭർത്താവായ ഏതോ ഒരു ഗന്ധർവനാണ് എന്ന് കൊട്ടാരത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ആ സൂതന്മാരെല്ലാവരും, കഥകളിയിലത് ഉപകീചകന്മാരാണ്, 100 കണക്കിനുള്ള സൂതന്മാർ സംഘടിച്ച് ഇവളാണ് കീചകൻ്റെ മരണത്തിന് കാരണക്കാരി എന്ന് പ്രഖ്യാപിക്കുന്നു. അവളെ വധിക്കണം. അപ്പോൾ മുതിർന്ന മറ്റൊരു സൂതൻ പറഞ്ഞു, ഇവളെ ഇങ്ങനെ വധിക്കണ്ട, കീചകൻ്റെ ശവശരീരം ചുടുകാട്ടിൽ ദഹിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവളെയും വെച്ച് കെട്ടി നമുക്ക് ഒരുമിച്ച് തീയിടണം. ഈ സമയത്ത് സൂതന്മാർ വന്ന് തന്നെ പിടികൂടുകയും കീചകൻ്റെ ശരീരത്തിനോട് ചേർത്ത് വെച്ച് കെട്ടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ദ്രൗപദി അലമുറയിട്ട് നിലവിളിച്ചു. ഇന്ദ്രതുല്യന്മാരായ 5 ഭർത്താക്കന്മാർ ഗന്ധർവന്മാരായി എനിക്കുണ്ട്. ഇന്ദ്രതുല്യൻ എന്നുള്ള വാക്ക് പറയാൻ മറന്നില്ല കേട്ടോ. അവരതൊന്ന് അറിഞ്ഞാൽ തീർച്ചയായും ഇപ്പോൾ ഈ വിരാട രാജധാനിയെ മൊത്തം പൊട്ടിക്കാനുള്ള കരുത്തുള്ളവരാണവർ. അവരെവിടെ? അവരിപ്പോൾ വരും. നിശബ്ദമായി നിശ്ചേതനമായി കങ്കൻ അത് കേട്ടുകൊണ്ടിരുന്നു. ഇതുവരെ നമുക്ക് ക്ഷമിക്കാം. ദ്യൂതസഭയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ധർമ്മബോധം കൊണ്ട് അനങ്ങാതിരുന്നു എന്ന തിരിച്ചറിയാം. മറ്റൊരു ദ്യൂതസഭയിൽ വിരാട രാജധാനിയിൽ വെച്ച് ചവിട്ടി മുന്നിലേക്കിട്ട സമയത്ത് തൻ്റെ പ്രച്ഛന്നത പുറത്തറിയാതിരിക്കാൻ വേണ്ടിയുള്ള ധർമ്മബോധം കൊണ്ടും ഉണ്ടാതിരുന്നു എന്നും വേണമെങ്കിൽ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. ദ്രൗപദി വധിക്കപ്പെടുന്നു. കങ്കൻ അനങ്ങിയില്ല. വിരാട രാജധാനിയിൽ മുഴുവൻ മുഴങ്ങുന്ന രീതിയിൽ ദ്രൗപദി ഉറക്കെ കരഞ്ഞത് ഇന്ദ്രതുല്യന്മാരായ 4 പേരും കേട്ടില്ല, ഭീമസേനൊഴികെ. സ്വകാര്യമായി വിവരം കൊടുത്തു, നിന്നെ
രക്ഷിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വഴിയിലൂടെ ചെന്ന് മരം പുഴക്കിയെടുത്ത് 100 പേരെയും അടിച്ചുകൊന്ന് ദ്രൗപദിയെ രക്ഷിക്കുന്ന കഥ. ഈ മഹാവിപത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് തിരിച്ച് രാജധാനിയിൽ തിരിച്ചെത്തി ഉടനെ തന്നെ സുദേഷ്ണൻ ആവശ്യപ്പെടുന്നത്, നീ ഉടനെ തന്നെ ഇവിടുന്ന് പോകണം. ഈ രീതിയിൽ ഗന്ധർവബാധയുള്ള ഒരു പെണ്ണിനെ സഹിച്ചുകൊണ്ടിരിക്കുക രാജധാനിക്കും ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. 13 ദിവസം കൂടി താമസിക്കാനുള്ള അനുവാദം തരണം എന്ന അർത്ഥത്തിലാണ് സുദേഷ്ണയുടെ മുമ്പിൽ ദ്രൗപദി കരഞ്ഞ് അഭ്യർത്ഥിക്കുന്നത്. ഒരുമാതിരി അനുവാദം കിട്ടിയതിനെ തുടർന്ന് കന്യാപുരത്തിലേക്ക് ചെന്ന് ബൃഹന്നളയൊന്ന് കാണുന്നുണ്ട്. കണ്ട ഉടനെ ചിരിച്ചുകൊണ്ട് സൈരന്ധ്രിയെ വരവേറ്റുകൊണ്ട് ബൃഹന്നള ചോദിക്കുന്നു, അല്ലേ മാലിനി, നിനക്ക് സുഖമല്ലേ? നിനക്ക് വിശേഷിച്ചൊന്നുമില്ലല്ലോ? നിന്നെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ച സൂതന്മാർ മുഴുവൻ വധിക്കപ്പെട്ടു. ഇപ്പം നിനക്ക് സമാധാനമായില്ലേ? സഹിക്കാവുന്നതായിരുന്നില്ല ദ്രൗപദിക്ക് ആ വാക്കുകൾ. ഞാൻ ഈ പ്രാണവേദന അനുഭവിച്ച സമയത്ത് കരഞ്ഞുകൊണ്ട് വരുന്ന എൻ്റെ സമീപത്തേക്ക് ചിരിച്ചുകൊണ്ട് നീ കുശലം ചോദിച്ചു വരുന്നു. നിനക്ക് എന്ത് നഷ്ടം എൻ്റെ പ്രാണൻ പോയാൽ എന്ന് ബൃഹന്നളയെ അതികഠിനമായി ആക്ഷേപിക്കുന്ന ഒരേ ഒരു സന്ദർഭമേ ചാലു അർജുനനെ ആക്ഷേപിച്ചുകൊണ്ട് ദ്രൗപദിയുടെ നാവിൽ നിന്ന് വാക്കുകൾ വീഴുന്നത് ആ ഒരവസരത്തിൽ മാത്രമാണെന്ന് പറയാമോ എന്നറിയില്ല. യുദ്ധത്തിന് സന്ധി സംഭാഷണത്തിന് ശ്രീകൃഷ്ണൻ പോകുന്ന ഘട്ടത്തിൽ യുദ്ധം വേണ്ട എന്ന നിലപാടിലേക്ക് എല്ലാ പാണ്ഡവരും എത്തുകയാണ്, സഹദേവനൊഴികെ. 5 ദേശമോ 5 ഗ്രാമോ അല്ലെങ്കിൽ 5 വീടോ അല്ലെങ്കിൽ ഭൂരി വിക്രമവാരിതെ ബഹുസാരമാനസ നിന്നുടെ പാലിലിന്നൊരു മന്ദിരം എന്ന രീതിയിൽ സന്ധി സംഭാഷണത്തിൻ്റെ വൈഷദ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് മുടി കാണിച്ചുകൊണ്ടുള്ള ഈ പരിവാഹി അതേ സന്ദർഭം തന്നെ ഭാരതത്തിൽ വരുന്നത്. കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുന്ന ദ്രൗപദി കൃഷ്ണനെ കാണുന്നതിന് മുമ്പ് 2 പേരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്, സാത്വികിയെയും സഹദേവനെയും. യുദ്ധം തന്നെയാണ് പരിഹാരമാർഗം, മറ്റൊരു സമാധാന ചർച്ചയും പ്രസക്തമല്ല എന്ന് വാദിച്ച മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ ആര് പാണ്ഡവപക്ഷത്ത് എന്ന് ചോദിക്കുമ്പോൾ കുന്തി, ദ്രൗപദി, ശ്രീകൃഷ്ണൻ തീർച്ചയായും, സാത്യകി, 5ാമത് എണ്ണാവുന്നത് സഹദേവനാണ്. സഹദേവനാണ് പറഞ്ഞത് യുദ്ധമല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന്. ആ അഭിപ്രായ ആനുകൂല്യത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കൃഷ്ണൻ്റെ സമീപത്തേക്ക് കൃഷ്ണ എത്തുന്നത്. എത്തി താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെപ്പറ്റി ദീർഘമായ പരാതി ഉന്നയിക്കുകയും ഈ തലമുടി കണ്ടു പോകണമെന്ന് പറയുകയും മാത്രമല്ല, ഭർത്താക്കന്മാരെ വിശ്വസിക്കരുത്, ധർമ്മപുത്രരെയോ ഭീമനെയോ. ഭീമൻ ഇങ്ങനെ പറയണത് കേട്ട് എൻ്റെ തൊണ്ടയിലിപ്പോഴും ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ഭീമസേനൻ അങ്ങനെ പറയും എന്ന് മാത്രമായിരുന്നു ദ്രൗപദി വിചാരിക്കാതിരുന്നത്. ഭീമസേനനും യുദ്ധം വേണ്ട സമാധാനം എന്ന വാക്ക് പറയുന്നത് എൻ്റെ തൊണ്ടയിൽ ഇപ്പോഴും ഒരു വീർപ്പുമുട്ടൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഭീമസേനനെയും ധർമ്മപുത്രരെയും അർജുനനെയും നകുലനെയും വിശ്വസിക്കേണ്ട. യുദ്ധം നടത്താൻ അങ്ങ് തീരുമാനിക്കുക. ദൃഷ്ടദ്യുമ്നൻ പടനയിക്കും. വിരാട രാജാവായ ദ്രുപദ രാജാവായ എൻ്റെ പിതാവ് സൈന്യത്തെ അയക്കും. എൻ്റെ 5 മക്കൾ മരിക്കുന്നത് വരെ പോരാടിയിട്ടാണെങ്കിലും എൻ്റെ മാനം രക്ഷിക്കും. പാണ്ഡവരെ വിശ്വസിക്കണ്ട എന്നുവരെ ദൂതിന് പോകുന്ന കൃഷ്ണനോട് പറയാൻ ദ്രൗപദി തയ്യാറാവുന്നുമുണ്ട്. അഭിമന്യുവിൻ്റെ വിവാഹം വിരാട പർവ്വത്തിൽ വരുന്ന വേറൊരു സംഭവമാണല്ലോ. ഇത് അർജുനനാണെന്ന് തിരിച്ചറിഞ്ഞ തൻ്റെ മകളെ അർജുനൻ പരിണയിക്കണം എന്ന് വിരാട രാജാവ് തീരുമാനിക്കുന്നു. ഞാനല്ല, എനിക്ക് അവൾ ശിഷ്യസ്ഥാനീയാണ്, അവളുടെ പുത്രി സമാനമാണ്. എനിക്ക് വേണ്ടി എൻ്റെ മകൻ വിവാഹം ചെയ്യും.
എന്ന് പറയുമ്പോൾ ആരാണ് മകനാവേണ്ടത്? തീർച്ചയായും പാഞ്ചാലിയിൽ ഉണ്ടായിട്ടുണ്ട് ശ്രുതകീർത്തി എന്നൊരു പുത്രൻ അർജുനന്. ഇരാവാനെ വെറുതെ വിടൂ. അന്യജാതിക്കാരനാണെന്നോ അന്യമതസ്ഥനാണെന്നോ വിചാരിച്ചൊഴിവാക്കാം. രാജാധികാരത്തിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത കഥാപാത്രമാണ് ഇരാവാൻ. ശ്രുതകീർത്തിയെ ഓർമ്മിക്കുന്നില്ല. ഓർമ്മിക്കുന്നത് സുഭദ്രയിലുണ്ടായ പുത്രൻ മാത്രമാണ്. ആ സുഭദ്രയിലുണ്ടായ പുത്രന് മാത്രമാണ് ആയുധാഭ്യാസത്തിലുള്ള അർജുനൻ്റെ യഥാർത്ഥ ശിഷ്യത്വം സിദ്ധിക്കാനുമുള്ള ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. അഭിമന്യുവിന് പകരം ശ്രുതകീർത്തി എന്നോ മറ്റേതെങ്കിലും മകനെന്നോ അർജുനൻ ചിന്തിച്ചില്ല എന്നിടത്ത് അവസാനിക്കുന്നില്ല ദ്രൗപദിയോടുള്ള അവഗണന. അഭിമന്യുവിൻ്റെ മരണം അതൊരു പ്രധാന സന്ദർഭമാണ്. എന്തിനു വേണ്ടിയായിരുന്നു അഭിമന്യു മരിച്ചത്? സംശപ്തന്മാരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണാർജുനന്മാർ. ദ്രോണപർവ്വത്തിലാണ് കഥ വരുന്നത്. ദ്രോണറൊരു ചക്രവ്യൂഹമുണ്ടാക്കുന്നു. അത് ഭേദിക്കാൻ എല്ലാവർക്കും അറിഞ്ഞുകൂടാ. അറിയുന്ന 4 പേരേ ഉള്ളൂ. ഒന്ന് ശ്രീകൃഷ്ണനാണ്, ഒന്ന് അർജുനനാണ്, ഒന്ന് രുക്മിണീപുത്രനാണ്. 4മതൊരാൾ ഭേദിച്ചകത്ത് കിടക്കാൻ മാത്രം അറിയുന്ന അഭിമന്യുവുമാണ്. ആ ഒരു അടിയന്തര സാഹചര്യമായിരുന്നില്ല ചക്രവ്യൂഹം ഭേദിക്കുക എന്നത്. ഈ സംശപ്തന്മാരുമായുള്ള യുദ്ധം പര്യവസാനിപ്പിച്ച് കൃഷ്ണാർജുനന്മാർ തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്നത് കൊണ്ടൊന്നും സംഭവിക്കുമായിരുന്നില്ല. യുധിഷ്ഠിരൻ അകാരണമായോ അനാവശ്യമായോ ആ സന്ദർഭത്തിൽ ഇടപെടുകയാണ്. ഇടപെട്ട് അഭിമന്യുവിനോട് ആവശ്യപ്പെടുന്നത്, നിന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് അവരെ സന്തോഷിപ്പിക്കാനൊരു ചുമതലയുണ്ട്. അയ്യോ, അത് പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് ചക്രവ്യൂഹത്തിനകത്ത് കിടക്കാനേ അറിയൂ, പുറത്ത് കിടക്കാൻ അറിയില്ല. അത് വേവലാതിപ്പെടണ്ട. പിന്നെ ഇത്ര ധൃതി പിടിച്ച് പോകേണ്ട കാര്യം എന്താ? എൻ്റെ പ്രാണന് ഭീഷണിയുണ്ട്, എന്നെ അവരിപ്പോൾ വധിക്കും എന്ന സൂചന എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ചക്രവ്യൂഹം ഭേദിച്ച് നീ അകത്തേക്ക് ചെല്ലുക. അകത്തേക്ക് ചെന്നാൽ പിന്നാലെ ഞങ്ങളെല്ലാവരും, ദൃഷ്ടദ്യുമ്നനും ഞാനും എല്ലാം സൈന്യസമേതം അകത്തേക്ക് കയറാം. നിനക്ക് ധൈര്യമായി യുദ്ധം തുടരാം. ക്ഷത്രിയോചിതമായി ഞാൻ പൊരുതും എന്ന വലിയ വാക്ക് പറഞ്ഞ അഭിമന്യു അകത്തേക്ക് കയറുമ്പോൾ ജയദ്രഥൻ ചെയ്ത തെറ്റൊന്നേ ഉള്ളൂ. ചക്രവ്യൂഹം അടച്ചു. അഭിമന്യുവിനെ വധിക്കുന്നത് ദുശാസനപുത്രനാണ്. അതിഘോരമായ യുദ്ധം ചെയ്യുന്ന അഭിമന്യുവിനെ നേർക്കുക എന്നത് കൗരവ സൈന്യത്തിലെ മുഴുവൻ പേർക്കും വലിയ തലവേദനയായിട്ട് മാറുകയാണ്. ദ്രോണർ ഉപദേശിച്ചു കർണനോട്, നീ അവൻ്റെ അസ്ത്രധാരിയായി നിൽക്കുന്ന അഭിമന്യുവിനെ ജയിക്കുക എളുപ്പമല്ലാത്തതുകൊണ്ട് നീ അവൻ്റെ വില്ല് ഏറ്റവും പെട്ടെന്ന് തകർക്കണം. വില്ല് തകർക്കപ്പെട്ടു. ദുശാസനൻ നേരിട്ട് വന്ന് രഥം തകർത്തു. രഥവും തകർത്തപ്പോൾ ചക്രമൂരി ആ ചക്രം കൊണ്ട് അഭിമന്യു യുദ്ധം ആരംഭിച്ചു. ആ സമയത്ത് ദുശാസനപുത്രൻ വന്ന് അഭിമന്യുവിനെ വധിക്കുന്നു. അപ്പം എൻ്റെ പുത്രനെ ചതിച്ചു കൊന്ന ആളെ നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് ഞാൻ വധിക്കും എന്നാണ് പ്രതിജ്ഞയെങ്കിൽ ആ പ്രതിജ്ഞയിൽ കഥാപാത്രമാവേണ്ടിയിരുന്നത് ജയദ്രഥനായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നും. വ്യൂഹമടച്ചതേ അദ്ദേഹം ചെയ്തുള്ളൂ, കൊന്നത് ദുശാസനപുത്രനാണ്. ജയദ്രഥനോട് ദേഷ്യം വരേണ്ടിയിരുന്ന സന്ദർഭവും ഇതിനേക്കാൾ പ്രധാനം ദ്രൗപദിയെ അപമാനിക്കുന്ന സന്ദർഭമായിരുന്നു. അതുണ്ടായില്ല. ദ്രൗപദിയുടെ 5 മക്കൾ മരിച്ച സമയം, ഏറ്റവും വലിയ ചതി, വഞ്ചന എന്നൊക്കെ പറയാവുന്ന അധാർമികമായ യുദ്ധം നടക്കുന്നത് അവസാന ദിവസം അശ്വത്ഥമാവ് കൃപാചാര്യര് കൃതവർമാവും കാവൽ നിന്നുകൊണ്ടുള്ള ആ കുടീരത്തിനകത്തേക്ക് അശ്വത്ഥമാവ് കടന്നു വരികയും ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലി പുത്രർ 5 പേരെയും വധിക്കുകയും ചെയ്തു.
ഈ വിവരമറിഞ്ഞ അതാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥാഭാഗം കേട്ടോ. വിവരമറിഞ്ഞ് ഏറ്റവും ശക്തമായി വിലപിക്കുന്നതിൽ ദ്രൗപദിയുണ്ട്. അഭിമന്യുവിൻ്റെ മരണം പാണ്ഡവപക്ഷത്തുണ്ടാക്കിയ ആഘാതത്തിൻ്റെ 10-1 ദ്രൗപദിയുടെ പുത്രന്മാരുടെ മരണം ഉണ്ടാക്കിയില്ല എന്നത് വിചിത്രമായി തോന്നാം. അഭിമന്യുവിനെ വധിച്ച ജയദ്രഥനെ നാളെ സൂര്യാസ്തമയത്തിനു മുമ്പ് വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത അർജുനൻ്റെ ആ വാശി ദ്രൗപദീപുത്രന്മാരുടെ മരണത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടില്ല. സഹായിക്കൂ എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടപ്പോൾ ഭീമസേനനാണ് തയ്യാറാകുന്നതും. പക്ഷേ ബ്രഹ്മശിരസ് എന്ന വിശേഷമായ ആയുധപ്രയോഗത്തിന് നൈപുണ്യമുള്ള അശ്വത്ഥമാവിനെ വധിക്കാൻ ഭീമസേനനാവില്ല എന്ന് തിരിച്ചറിവോടുകൂടി കൃഷ്ണൻ അർജുനനെയും പിന്നീട് വിളിച്ചു കൊണ്ടുപോവുകയാണ്, നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയാണ് എന്നും വേണമെങ്കിൽ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ദ്രൗപദി പരിത്യക്തയായിരുന്നു ദ്രൗപദിയുടെ മക്കളുടെ കൂടെ തന്നെ. കൗതുകരമായൊരു കാര്യം, ധർമ്മപുത്ര ഉപാലംബനം ഏറ്റവും കൂടുതൽ ശക്തമായി ആക്ഷേപിക്കുന്ന സന്ദർഭങ്ങളാണ്. ഈ ശ്രുതിയുടെയും സ്മൃതിയുടെയും ഒക്കെ പിൻബലത്തിൽ തന്നെയാണ് വാസ്തവത്തിൽ കൃഷ്ണൻ പലപ്പോഴും ധർമ്മോപദേശം നൽകിയിരുന്നെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിൽ വനപർവ്വത്തിൽ ധർമ്മപുത്രരെ ആക്ഷേപിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. വധ്യരെ വധിക്കാതിരിക്കുന്നത് ക്ഷത്രിയോചിതമല്ല. ഈ രീതിയിൽ നമ്മൾ ആക്രമിക്കപ്പെട്ടിട്ടും അങ്ങക്ക് ദേഷ്യം വരുന്നില്ലെങ്കിൽ അതിന് കാരണം ഒന്നേയുള്ളൂ, അങ്ങൊരു ക്ഷത്രിയനല്ല. അതിപരുഷമായ വാക്കുപയോഗിച്ച് ഞങ്ങളെ മുഴുവൻ ഈ മഹാവിപത്തിലേക്ക് തള്ളിയിട്ടത് അങ്ങയുടെ ചൂതുകളി ഭ്രമം മാത്രമാണ് എന്നാക്ഷേപിച്ചുകൊണ്ട് വനപർവ്വത്തിലൊരു പ്രസ്താവന നടക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ പ്രസക്തം അല്ലെങ്കിൽ പോലും ഞാൻ ഒന്നും കൂടി കൂട്ടിച്ചേർക്കട്ടെ. അതിനെ തുടർന്ന് നീ പറയുന്നത് നാസ്തികതയാണ് എന്ന് അടിച്ചിരുത്താൻ ധർമ്മപുത്രർ ശ്രമിച്ചപ്പോഴാണ് ഭീമസേനൻ ദേഷ്യപ്പെട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നതും ശൗര്യഗുണനീതി ജലതേ എന്ന് കഥകളിൽ കാണുന്ന ആശയത്തോടുകൂടി അതികഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ധർമ്മപുത്രരെ ആക്ഷേപിക്കുന്നത്. ഒരു തവണയല്ല, തെറ്റാണ് അങ്ങ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഉറക്ക വിലപിക്കുകയും ഞാനാണ് മഹാഭാവി എന്ന് കരയുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് യുധിഷ്ഠിരൻ. അപ്പോഴും പറഞ്ഞു ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. ദ്യൂതം കഴിഞ്ഞു. പാഞ്ചാലി ആവശ്യപ്പെട്ടത് വരമായിട്ട് എന്താണ് വേണ്ടതെന്ന് ധൃതരാഷ്ട്ര ചോദ്യത്തിന് 5 ഭർത്താക്കന്മാരെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് തരണം എന്നേ ദ്രൗപദി ആവശ്യപ്പെട്ടുള്ളൂ. ദാസ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഇന്ദ്രതുല്യന്മാരായ ഭർത്താക്കന്മാർ ജയിക്കും എന്ന് തെറ്റിദ്ധരിച്ചിട്ടാവാം ഭാവം അങ്ങനെ ഒരു വരം ചോദിച്ചത്. അനുദ്യൂതത്തിന് വിളിക്കപ്പെട്ടപ്പോൾ പോയതെന്തിന്? ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ധർമ്മപുത്രർ വനപർവ്വത്തിൽ ഭീമസേനോട് ചോദിക്കും, നിനക്കുന്ന അന്ന് എന്നെ തടയാമായിരുന്നില്ലേ? ഇപ്പം പറഞ്ഞിട്ടെന്താ? അനുദ്യൂതത്തിന് വീണ്ടും ദ്യൂതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ പോവരുത് എന്നൊരു വാക്ക് നിനക്ക് അപ്പം പറയാമായിരുന്നില്ലേ? അതുപോട്ടെ, അങ്ങ് എന്താണ് രണ്ടാമതും ദ്യൂതത്തിന് പോവാൻ കാരണം? സത്യമായും ദുര്യോധൻ്റെ കൈവശമുള്ള സ്വത്തുകൂടി ദ്യൂതത്തിലൂടെ കരസ്ഥമാക്കാമെന്ന മോഹത്തോടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പോയത്. ആ പോയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരുമിച്ച് ഈ 12 വർഷവും അല്ലെങ്കിൽ 13 വർഷത്തെ ജീവിതം വിധിക്കപ്പെട്ടത്. എൻ്റെ തെറ്റ് തന്നെയാണ്, നിങ്ങൾ എന്നെ ശിക്ഷിക്കൂ, ഞാൻ മഹാ അപരാധിയാണ്. ഭീമസേനൻ കുറ്റപ്പെടുത്തിയത് ഒരുക്കുകയാണെങ്കിൽ പാഞ്ചാലി പലവട്ടമാണ്. പൊട്ടച്ചൂത് കളിക്കാരൻ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ധർമ്മപുത്രരെ കുറിച്ച് ഒരു ദീർഘമായ പ്രസ്താവന വിരാടപർവ്വത്തിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാ വിപത്തിനും കാരണക്കാരൻ ആ ഒരൊറ്റ വിവരം കെട്ട ഭർത്താവാണ് എന്ന ബോധ്യം. തുടർന്ന് രസകരമായൊരു കാര്യം, ഞാൻ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. യുദ്ധം കഴിഞ്ഞു. കലിംഗ യുദ്ധം കഴിഞ്ഞ് നിരാശാബാധിതനായ അശോകനെ പോലെ എന്ന് കെ സി നാരായണൻ്റെ ആ പുസ്തകത്തിൽ
പരാമർശിക്കുന്നത് പോലെ തന്നെ ജ്യേഷ്ഠനെ വധിച്ചു, കുരുവംശത്തിലെ ശ്രേഷ്ഠരായ മുഴുവൻ പേരെയും വധിച്ചു. ആ ചോരയുടെ മണം മുറ്റി നിൽക്കുന്ന ഈ രാജാധികാരത്തിന് ഞാനില്ല, ഞാൻ രാജ്യം ഭരിക്കുന്നേയില്ല എന്നൊരു നിലപാട് യുധിഷ്ഠിരൻ എടുത്ത ഘട്ടത്തിലാണ് പാഞ്ചാലി വീണ്ടും ആ തനി സ്വഭാവം കാണിക്കുന്നത്. നല്ല ഭാഷയിൽ ചീത്ത പറഞ്ഞു, അങ്ങക്ക് ഇപ്പം വേണ്ടത് ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കുകയാണ്. തലയ്ക്കാണ് അസുഖം, അതിന് പറ്റിയൊരു വൈദ്യനെ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഈ സമയത്ത് വേണ്ടത് എന്ന് വരെ ദ്രൗപദി പറയുന്നുണ്ട്. ആ രാജാധികാരത്തിൽ ദ്രൗപദി അഭിരമിച്ചിരുന്നു എന്ന് നമുക്ക് തോന്നാവുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. ദ്രൗപദി വിലപിക്കുമ്പോഴൊക്കെ ആഡംബരപൂർവം ഇന്ദ്രപ്രസ്ഥത്തിൽ ജീവിച്ച കാലത്തെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട്. വലനനോട് സങ്കടം പറയുന്ന ഘട്ടത്തിൽ കുന്തിദേവിക്ക് വേണ്ടിയല്ലാതെ ആർക്കു വേണ്ടിയും ചന്ദനമരയ്ക്കാത്ത എൻ്റെ കൈ നോക്കൂ തഴമ്പ് വീണിരിക്കുന്നത്, വിരാട രാജാവിന് ഞാൻ അരച്ച ചന്ദനമേ പറ്റൂ എന്ന വാശി, ഈ ക്രൂരമായ പീഡനത്തിന് വിധേയമാകാൻ ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്, ആ പൊട്ട ചൂത് കളിക്കാരൻ കാരണം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നോക്കൂ. പലവട്ടം ആ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ ആഡംബരപൂർണമായ ജീവിതത്തോടുള്ള ഒരാസക്തി ദ്രൗപദി പുലർത്തിയിരുന്നു. അതല്ലാതെ പ്രണയത്തിൻ്റെ ശൃംഗാരത്തിൻ്റെ ഒരു ലാഞ്ചനയും ഭാരതത്തിലുടനീളം ദ്രൗപദി എന്ന കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് കാണാനുമില്ല. വിശ്വസുന്ദരിയായി ജന്മമെടുത്ത ഭാരതത്തിലെ കഥാപാത്രം ദ്രൗപദിയാണ്. ഒരു കാര്യം തീർച്ച, സുഭദ്രയെക്കുറിച്ചോ ഭാരതത്തിൽ വരുന്ന മറ്റൊരു കഥാപാത്രത്തെക്കുറിച്ചോ ഇത്ര ദീർഘമായ സൗന്ദര്യ വർണ്ണന വ്യാസൻ നടത്തിയിട്ടില്ല. താമരപ്പൂവിൻ്റെ ഗന്ധത്തോടുകൂടിയ ദ്രൗപദിയുടെ സാമീപ്യത്തിൻ്റെ മനോഹാരിത മുതൽ നീണ്ടിടംപെട്ട കണ്ണുകളും പുരികങ്ങളും വയറ്, സ്തനങ്ങൾ, നിതംബം, തുട, ഓരോ അവയവങ്ങളെപ്പറ്റി പോലും ദീർഘമായി വിശകലനം ചെയ്തുകൊണ്ട് ഇത്ര ശക്തമായൊരു സൗന്ദര്യ വർണ്ണന വ്യാസൻ മറ്റാരെക്കുറിച്ചും നടത്തിയിട്ടില്ല. അടവിയിലെ നിലാവ് പോലെ പ്രണയത്തിൻ്റെ കണിക പോലുമില്ലാതെ അഭിമാനത്തിനേറ്റ ക്ഷതം കാരണം കൊണ്ട് അതിന് പ്രതികാരം ചെയ്യുക, രാജ്യഭരണ സുഖങ്ങൾ അനുഭവിക്കുക എന്ന് പ്രതിജ്ഞാബദ്ധതയോടെ സ്ഥൈര്യത്തോടെ നിലവിലുള്ള വ്യവസ്ഥിതികളെ അതികഠിനമായി ചോദ്യം ചെയ്തുകൊണ്ട് ദ്യൂതസഭയിൽ ധർമ്മത്തെക്കുറിച്ച് ഒരു വലിയ പ്രസംഗം നടത്തുന്നുണ്ട്, വിരാടസഭയിൽ വീണ്ടും ധർമ്മത്തെക്കുറിച്ച് പ്രസംഗം നടത്തുന്നുണ്ട്, തെറ്റായ വഴിക്ക് നടക്കുന്ന ഭർത്താക്കന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ശരി എന്ന് തനിക്ക് തോന്നുന്നതിനെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന ഒരു കഥാപാത്രമായാണ് ദ്രൗപദിയെ ഭാരതത്തിൽ നമുക്ക് വായിക്കാനാവുക. അനുവദിക്കപ്പെട്ട സമയം പൂർത്തിയായ സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ദ്രൗപദിയിലേക്ക് വെളിച്ചം വീശാൻ എൻ്റെ വാക്കുകൾ സഹായകമായെങ്കിൽ സന്തോഷം പ്രകടിപ്പിച്ച് ശ്രദ്ധാപൂർവം കേട്ട എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.